പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് പരശുരാമൻ, ഭാർഗവരാമൻ, മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരം. ഋചീകൻ എന്ന മഹർഷിക്കും സത്യവതി എന്ന ക്ഷത്രിയ കന്യകയ്ക്കും ജനിച്ച മകനാണ് ജപദഗ്നി. ജപദഗ്നി രേണുക എന്ന ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുടെ 5 പുത്രന്മാരിൽ മൂത്തയാളാണ് രാമൻ. ചെറുപ്പം മുതലേ വീരനായിരുന്നു രാമൻ. വലുതായപ്പോൾ ശിവനെ തപസ്സു ചെയ്തു. സകല ശസ്ത്രങ്ങളും ധനുർവിദ്യയും ആഗ്രഹിച്ചായിരുന്നു തപസ്. ആ സമയത്ത് ദേവാസുര യുദ്ധമുണ്ടായി. പരമശിവൻ നിരായുധനായി തന്നെ അസുരന്മാരെ നേരിടാൻ രാമനെ നിയോഗിച്ചു. അസുരന്മാരെ നിരായുധനായി ഒറ്റയ്ക്ക് തോൽപ്പിച്ച രാമന് പരമശിവൻ എല്ലാവിധ ശസ്ത്രങ്ങളും ഒരു പരശുവും ധനുർവിദ്യയും നൽകി. ആ പരശുവിനെ ധരിച്ചവൻ അവൻ പരശുരാമനായി തീർന്നു. അന്നു മുതൽ രാമൻ പരശുരാമനായും ധനുർവിദ്യാ ഗുരുവായും അറിയപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ കാർത്തവീര്യാർജുനൻ എത്തി. കാർത്തവീര്യന്റെ ഹേകയ വംശവും ഋഷീക വംശവും നിതാന്ത ശത്രുക്കളായിരുന്നു. അതിന് കാരണമായത് രാജ്യധനം മുഴുവൻ രാജാവിൽ നിന്ന് അന്ന് ഗുരുവായിരുന്ന ഋചീകൻ തട്ടിയെടുത്തതാണ്. രാജ്യത്തിന്റെ ആവശ്യത്തിന് പോലും നൽകാതെ ഋചീകൻ ധനമൊളിപ്പിച്ചത് ശത്രുതയ്ക്ക് കാരണമായി. കാർത്തവീര്യനും സൈന്യത്തിനും സുശീല എന്ന പശുവിന്റെ സഹായത്താൽ മഹർഷി വിരുന്നു നൽകി. ക്ഷത്രിയർക്ക് പൊതുവേയുള്ള അസൂയ കാർത്യവീരനിലും ഒന്നുകൂടി ഉഗ്രമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മടങ്ങുമ്പോൾ സുശീല എന്ന പശുവിനെ തട്ടിക്കൊണ്ടുപോയി. വിവരമറിഞ്ഞെത്തിയ പരശുരാമൻ കാർത്യവീര്യാർജുനെ പിന്തുടർന്ന് അനേകം സൈനികരെ കൊന്ന് സുശീലയെ തിരിച്ചു കൊണ്ടുവന്നു. അന്നു രക്ഷപ്പെട്ട കാർത്തവീര്യാർജുനൻ പക്ഷേ തിരിച്ചു വന്ന് ജമദഗ്നി മഹർഷിയെ കൊന്നു. പരശുരാമന്റെ അച്ഛനെ കൊന്നു. ആ പകയിൽ പരശുരാമനെടുത്ത പ്രതിജ്ഞയാണ് 21 വട്ടം ക്ഷത്രിയന്മാരെ ഞാൻ സംഹരിക്കുമെന്ന്. എന്നാൽ 28 ചേരചോളന്മാരടക്കമുള്ള ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തിട്ടും വീണ്ടും കശ്യപ മഹർഷിയുടെ സംരക്ഷണത്തിൽ ക്ഷത്രിയർ ഉയർന്നു വന്നു. ഇതു കണ്ട ഋചീകൻ തൻ്റെ പൗത്രനോട് ഈ സംഹാരം നിർത്തി പ്രായശ്ചിത്തം ചെയ്യാൻ പറഞ്ഞു. അന്ന് പരശുരാമൻ തപസ്സു ചെയ്ത സ്ഥലമാണ് കുരുക്ഷേത്രം എന്ന പുണ്യഭൂമി. ചെറുപ്പത്തിലൊരിക്കൽ രാമനും അനുജന്മാരും ആശ്രമത്തിലിരിക്കുമ്പോൾ അമ്മ രേണുക കുളിക്കാൻ പോയി. അവിടെ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവന്റെ സുന്ദര ശരീരം അവരെ ആകർഷിച്ചു. തപശക്തിയാൽ വിവരമറിഞ്ഞ ജമദഗ്നി ആശ്രമത്തിലെത്തിയ രേണുകയെ കൊല്ലുവാൻ മക്കളോട് ആജ്ഞാപിച്ചു. 4 അനുജന്മാരോട് പറഞ്ഞു. ആരും അത് ചെയ്തില്ല. രാമൻ മാത്രം അതിന് തയ്യാറായി. ആജ്ഞ പാലിക്കാത്ത 4 സഹോദരന്മാരെയും കൊല്ലുവാൻ അച്ഛൻ ആജ്ഞാപിച്ചപ്പോൾ പരശുരാമൻ അമ്മയെയും 4 സഹോദരങ്ങളെയും കൊന്നു. സന്തോഷിച്ച് വരം ചോദിക്കാൻ പറഞ്ഞ പിതാവിനോട് രാമൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെയും അമ്മയെയും എനിക്ക് ജീവനോടെ തിരിച്ചു തരിക എന്ന്. മരിച്ചവരെല്ലാം യാതൊന്നും സംഭവിക്കാത്തതുപോലെ എഴുന്നേറ്റ് സ്വന്തം കാര്യം ചെയ്യുവാൻ തുടങ്ങി. പരശുരാമനിൽ നിന്ന് ധനുർവിദ്യ പഠിച്ച ചന്ദ്രവംശത്തിലെ മഹാനായ ഭരണാധികാരിയാണ് ഭീഷ്മർ അഥവാ ഗംഗാദത്തൻ. കാശിരാജാവിൻ്റെ മകളായ അംബയ്ക്കു വേണ്ടി ശിഷ്യനായ ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്യുവാനും പരശുരാമൻ മടിച്ചില്ല. ഭൂമി ദാനം ചെയ്യുന്നു എന്ന് കേട്ട് തന്നെ സമീപിച്ച ദ്രോണാചാര്യന് കൊടുക്കുവാൻ പരശുരാമന്റെ കയ്യിൽ ധനുർവിദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരശുരാമ ശിഷ്യനായ ദ്രോണൻ അജയ്യനായ ധനുർവേദ ഗുരുവായി തീർന്നു. പരശുരാമിൽ നിന്ന് ധനുർവിദ്യ പഠിക്കുവാൻ ബ്രാഹ്മണ യുവാവായി വേഷം മാറിയാണ് കർണൻ ചെന്നത്. ഒരു ദിവസം തൻ്റെ മടിയിൽ പരശുരാമൻ വിശ്രമിക്കുമ്പോൾ ഒരു വണ്ടു വന്ന് കർണന്റെ തുട തുരന്നു. കഠിന വേദന വന്നിട്ടും കർണൻ അനങ്ങിയില്ല. ചോര മണത്ത് ഉണർന്ന പരശുരാമൻ ക്രോധിച്ചുകൊണ്ട് ശപിച്ചു. ഒരിക്കലും ഒരു ബ്രാഹ്മണന് ഇത്രയും സഹനശക്തി ഉണ്ടാവില്ല. നീ തീർച്ചയായും ക്ഷത്രിയനാണ്.
ഞാൻ പഠിപ്പിച്ച വിദ്യ എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ അടിയന്തര ഘട്ടം വരുന്നത് അപ്പോൾ നിനക്ക് പ്രയോജനപ്പെടില്ല. മഹാഭാരത യുദ്ധത്തിൽ അർജുനോട് ഏറ്റുമുട്ടിയപ്പോൾ കർണൻ സ്ഥലയുദ്ധമെന്ന വിദ്യ മറന്നുപോവുകയും ചെളിയിലാണ്ട തൻ്റെ രഥചക്രം ഉയർത്തുവാൻ സാധിക്കാതെ അർജുനനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. സീതയെ സ്വയംവരം ചെയ്തതിനു ശേഷം ശ്രീരാമനെ പരശുരാമനും നേരിട്ട് മുഖാമുഖം കാണുന്നു. ശൈവചാപം ഒടിച്ചിട്ടാണ് ശ്രീരാമൻ സീതയെ കല്യാണം കഴിച്ചത്. തൻ്റെ കയ്യിൽ കിടക്കുന്ന വൈഷ്ണവചാപം കുലയ്ക്കുവാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് പരശുരാമൻ വെല്ലുവിളിക്കുകയാണ്. ശ്രീരാമൻ എളുപ്പത്തിൽ അത് കുലച്ചത് കണ്ട് തൻ്റെ ജന്മദൗത്യം പൂർത്തിയായെന്നും ഇനി തൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കാമെന്നും അദ്ദേഹം മനസ്സിലാക്കുകയും 6ാമത്തെ അവതാരത്തിൻ്റെ സകല ശക്തികളെയും 7ാമത്തെ അവതാരമായ ശ്രീരാമനിൽ സമന്വയിപ്പിച്ച് വൈഷ്ണവ ചാപം ശ്രീരാമനെ ഏൽപ്പിച്ച് അദ്ദേഹം തപസ്സിനു വേണ്ടി പോകുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം ബ്രാഹ്മണർക്ക് അദ്ദേഹം ദാനം നൽകി. ചോര വീഴാത്ത ഭൂമി തപസ്സു ചെയ്യുവാൻ തരണമെന്ന് സമുദ്രദേവനായ വരുണനോട് അഭ്യർത്ഥിച്ചു. മഴുവെറിയാവുന്നത്ര ഭൂമി അന്ന് വരുണൻ ദാനമായി നൽകിയതാണ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂമി. അതിനാൽ കേരളത്തിന് ഭാർഗവ ക്ഷേത്രമെന്നും പേര് വന്നു. അരുണാചലിലെ പരശുരാം കുണ്ടിൻ്റെ പുറകിലും ഒരു കഥയുണ്ട്. ഹിമാലയത്തിൽ നിന്നും താഴോട്ടിറങ്ങുവാൻ വഴിയില്ലാതെ വലഞ്ഞ ബ്രഹ്മപുത്ര നദിക്ക് മല വെട്ടിപ്പിളർന്ന് വഴിയുണ്ടാക്കി കൊടുത്തത് പരശുരാമനാണ്. അത്തരത്തിൽ ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരശുരാമന്റെ ചരിതം ഭൂമിശാസ്ത്രപരമായും കാലഖണ്ഡമനുസരിച്ചും നമ്മുടെ പൂർവിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം പരശുരാമനുണ്ട്. ചിരഞ്ജീവികളുടേതായ പരശുരാമൻ ഇന്നും മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ആ പരശുരാമനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നമുക്ക് വന്ദിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.